സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചിത മുഖമാണ് നിള നമ്പ്യാർ. പേര് കേട്ടപ്പോൾ ആർക്കെങ്കിലും മുഖം ചുളിക്കാൻ തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം. ന്യൂഡ് ഫോട്ടോയിലൂടെയും ന്യൂഡ് ഷോർട്ട് വീഡിയോയിലൂടെയും നിള നമ്പ്യാർ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 8 മാസം. പക്ഷേ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിനല്ല, അതിലും മേലെ ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് നിള നമ്പ്യാർ. നിള നമ്പ്യാർക്ക് ആരാധകർ ഏറെയും വിദേശ രാജ്യങ്ങളിൽ നിന്നും. പഴയ പുരോഗമന സിംഹമായിരുന്ന സദാചാര മൂല്യങ്ങളെയെല്ലാം കുഴിച്ചുമൂടിയ രശ്മി നായർക്ക് ശേഷം കേരളം ഏറെ ശ്രദ്ധിച്ച ന്യൂഡ് ആർട്ടിസ്റ്റ് നിള. പൊതുവെ ഇത്തരം ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നവർക്ക് മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ക്രൂശിക്കൽ തന്നെ. പക്ഷേ നിള ക്രൂശിലേറ്റപ്പെടാൻ തയ്യാറായിരുന്നില്ല. വിമർശിച്ചവർക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഓരോ ദിവസവും വീഡിയോകളുടെ എണ്ണം കൂട്ടി. ഈ വിമർശന മാന്യന്മാർ, അതായത് പകൽ മാന്യന്മാർ തന്നെയാണല്ലോ വീഡിയോയുടെ ആരാധകരും. പരസ്യമായി ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും നിള നമ്പ്യാരെ കുറിച്ച് അധികമാർക്കും അറിയില്ല. നിള നമ്പ്യാർ എന്നത് ശരിക്കും ഒരു ഫേക്ക് നെയിമാണ്. മലപ്പുറം സ്വദേശിയായ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് നിള. വളരെ ഓർത്തഡോക്സ് ആയി വളർന്ന പെൺകുട്ടി. ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ അവൾ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കുന്നു, ടീഷർട്ട് ധരിച്ചതിന്റെ പേരിൽ. അഭിനയം പാഷനായതുകൊണ്ട് ആർട്സ് ഫിലിം ഇൻഡസ്ട്രിയിൽ അവസരം നോക്കിയെങ്കിലും അവിടെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ നേരിടേണ്ടി വന്നത് സ്വാഭാവികമായും ഊഹിക്കാം. അടുത്തിടെ ഏറെ വിവാദമായതും ആ ഒരു വിഷയമായിരുന്നല്ലോ, അവസരം കിട്ടണമെങ്കിൽ കിടന്നു കൊടുക്കണമെന്നത്. ഇത് പറയുമ്പോൾ തീർച്ചയായും തോന്നുന്ന ഒരു സംശയമുണ്ട്. അന്ന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തവൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ന്യൂഡ് ആർട്ടിസ്റ്റ് ആയത് എന്നത്. അതിന് കൃത്യമായ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. എല്ലാ തൊഴിൽ മേഖലകളിലും ക്യാമറയ്ക്ക് പിന്നിൽ പലതും നടക്കുന്നുണ്ട്. അതൊന്നും പുറം ലോകം അറിയാത്തതുകൊണ്ട് അവരൊക്കെ മാന്യന്മാർ തന്നെ. അതിലും എത്രയോ ഭേദമാണ് സ്വന്തം കരിയർ സ്വയം തിരഞ്ഞെടുത്ത് ഇങ്ങനെ ധൈര്യം കാണിക്കുന്നത്. പെയ്ഡ് വെബ്സൈറ്റ് വഴി മാത്രമാണ് നിളയുടെ വീഡിയോകളുടെ വ്യൂസ്. പ്രൊമോഷന് വേണ്ടി മാത്രം ന്യൂഡ് ഷോർട്ട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഇതിനും ആരാധകർ ഏറെയാണ്. രശ്മി നായരും നിള നമ്പ്യാരും മാത്രമല്ല ഈ ഫീൽഡിലുള്ളത്. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം തന്നെയാണ് ന്യൂഡ് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കൂടുതലും ആളുകൾ എത്തുന്നതിന് പ്രധാന കാരണം. നിള നമ്പ്യാർ എന്ന പേര് സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തു. ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്നൊരു ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, കാണികളെ കൂട്ടുക എന്നത് മാത്രം. നിളയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ഭർത്താവാണ്. ഒരു മകനും ഒരു മകളും അടങ്ങുന്ന കൊച്ചു കുടുംബം പ്രൊഫഷനോടൊപ്പം തന്നെ നിള കൊണ്ടുപോകുന്നു. കാണാൻ കാഴ്ചക്കാർ ഏറെ ഉണ്ടെങ്കിലും ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്നത് ഇപ്പോഴും മലയാളികൾക്ക് എന്തോ ഇക്കിളി പോലെ ആയതുകൊണ്ട് കുടുംബത്തിനൊപ്പമുള്ള യാത്രകൾക്ക് നിള കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തനി നാടൻ മലയാളി പെൺകുട്ടിയായി ന്യൂഡ് ആർട്ടിസ്റ്റായി ഫീൽഡിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിള നമ്പ്യാർ ശ്രദ്ധിക്കപ്പെട്ടു. പുതിയ തലമുറയ്ക്ക് ന്യൂഡ് ഫോട്ടോഗ്രാഫി മേഖലകളെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ നിളയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതും പുതിയ തലമുറയാണ്, അതും പെൺകുട്ടികൾ. പക്ഷേ ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. ബുദ്ധിമുട്ടൊക്കെ പുറമേ മാത്രമേ ഉള്ളൂ, അവരും നിളയുടെ ആരാധകർ തന്നെയാണ് എന്നത് ഒരു രഹസ്യമായി തന്നെ ഇരുന്നോട്ടെ. ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്ന പലരും അവരുടെ മുഖം വ്യക്തമാക്കാറില്ല. അവിടെയും ധൈര്യം കാണിച്ചു നിള. സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഖവും കാണിച്ചു കൊടുത്തുകൂടാ എന്നത് നിളയുടെ ധൈര്യമായിരുന്നു. ജോലി ചെയ്യുന്ന മേഖലയിലും അല്ലാതെയും ഒക്കെ രഹസ്യബന്ധങ്ങൾക്ക് പോകുന്നവർക്ക് ഒരു മറുപടി കൂടിയാണ് നിളയുടെ ഈ ധൈര്യം. രശ്മി നായരാണ് നിളയുടെ ഇൻസ്പിറേഷൻ. ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഇടുന്നതിന് മുൻപ് മീറ്റപ്പ് ഒക്കെ ചോദിച്ചിരുന്നവർക്ക് പക്ഷേ ഇപ്പോൾ നിളയോട് അത് ചോദിക്കാനുള്ള ധൈര്യമില്ല. കാരണം നിളയെ കൂടെ കിടക്കാൻ കിട്ടില്ലെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് അവർ തിരഞ്ഞെടുത്തു. ഫോട്ടോഷൂട്ടുകളും വീഡിയോയും ഒക്കെ ചെയ്യുന്നു. ഇഷ്ടമുള്ളവർക്ക് അത് കാണാം, അല്ലാത്തവർക്ക് അവരെ അതിന്റെ വഴിക്ക് വിടാം. സണ്ണി ലിയോണിനെ ആരാധിച്ച് തലയിൽ വെക്കാമെങ്കിൽ എന്തിനാണ് സമൂഹം ഇവരെ മാത്രം പഴിക്കുന്നത്? നിയമാനുസൃതമായ ഒരു തൊഴിൽ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. സെക്സ് കണ്ട് ആസ്വദിക്കും, പിന്നീട് മാറി നിന്ന് വിമർശിച്ച് മാന്യന്മാരാകരുതെന്ന് സാരം.